തന്നുകൊണ്ട് പഠിക്കുന്നുണ്ട്. എത്ര കുട്ടികൾക്ക് പത്രം വായിക്കുമെന്നെ നമുക്ക് അറിയില്ല. കാരണം പത്രത്തിൽ വലിയ പക്ഷെ പത്ര വായന എന്നുള്ളൊരു ശീലം അതിൽക്കൂടി അതോടൊപ്പം ഇന്റർവ്യൂകളും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ വായിച്ച് നല്ല പല പല കാര്യങ്ങളും വായിച്ച് മനസ്സിലാകും. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റും. ഒരുപാട് പുസ്തകങ്ങളുണ്ട്, ആ പുസ്തകങ്ങളൊക്കെ വായിക്കണം. ഇപ്പൊ നിങ്ങളൊരു സൂചിപ്പിക്കാനുള്ളത് ക്രോമിൽ തന്നെ നിങ്ങൾ ഓരോരുത്തരും സൂചിപ്പിക്കേണ്ടത് നിങ്ങളെ പങ്കെടുത്ത നമ്മളെ നിങ്ങളുടെ വിജയം കൈവരിച്ച എല്ലാ മക്കൾക്കും പിന്നെ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഇതാണ് ഗ്രന്ഥശാല. നമുക്ക് എവിടെയും നിർഭയമായി കയറി ചെല്ലുവാനും മറ്റു മനുഷ്യരെ മാനവികതയുടെ അളവുകോൽ വെച്ച് മാത്രം അളക്കാൻ സാധിക്കുന്ന മാനവികത മാത്രമാണ്, മനുഷ്യത്വം മാത്രമാണ് നമ്മുടെ ഉള്ളിൽ. നല്ല വായനക്കാരൻ എപ്പോഴും മനുഷ്യത്വം അല്ലെ കൂടുതലുള്ളതായി. നമ്മുടെ പ്രിയപ്പെട്ടവരോട് എനിക്ക് അംഗമായി പറയാനുള്ളത്, എപ്പോഴും ഇവിടെ വരിക. ഞങ്ങൾക്ക് താഴെ ഈ പരിപാടി തുടങ്ങുന്നതിനൊക്കെ കുറച്ച് മുമ്പ് വായിക്കുന്നുണ്ടായിരുന്നു. എപ്പോഴും ഇവിടെ വരുന്നതോ ചോദിച്ചു, വരാറില്ലെന്ന്. അപ്പോൾ കഴിഞ്ഞ 1.5 മാസം മുന്നേ തലശ്ശേരിയിലുള്ള മുനിസിപ്പാലിറ്റിയിലെ റീഡേഴ്സ് സെന്റർ കേട്ടിരുന്നു. റീഡേഴ്സ് സെന്റർ ലൈബ്രറി, A+ ലൈബ്രറി, അവിടെ കുട്ടികളുടെ ഒരു പ്രോഗ്രാം ഇനോഗ്രേഷന് വേണ്ടി രാവിലെ പോയി. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ കുറെ കുട്ടികൾ അവിടെ മുറ്റത്ത് ഹാളിലാണ്, മുറ്റത്തുള്ള ഒരു വലിയ പിന്നെ സ്റ്റേജ് പരിപാടി. അപ്പൊ കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോഴേ അവിടെ ഒരു ബാലവേദിയുടെ സെക്രട്ടറിയുടെ ബാലവേദി ഉണ്ടോ? ചിലരുടെ ബാലവേദി ഇല്ല. അപ്പൊ ബാലവേദിക്ക് ഏറ്റവും അന്തരീക്ഷയുടെ സ്ഥലമാണ്. അപ്പൊ ബാലവേദിയുടെ സെക്രട്ടറി പിന്നെ സംസാരിക്കാം. ഇനോഗ്രേഷൻ കഴിഞ്ഞ ഉടനെ ബാലവേദി സെക്രട്ടറി സംസാരിക്കാം. ഒരു മോളാണ്. മോള് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും 7 മണി മുതൽ 8 മണി വരെ അവിടെയുള്ള കുട്ടികൾ, 18 വയസ്സ് താഴെയുള്ള കുട്ടികൾ ആ ലൈബ്രറിയിൽ വരും എല്ലാ ദിവസവും. വെക്കേഷൻ തുടങ്ങിയതാണ്. ഇപ്പോ സ്കൂൾ തുറന്നപ്പോൾ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സമയത്തില്. അപ്പൊ വെക്കേഷന് ഏപ്രിൽ മാസം 1-ാം തീയതി മുതൽ രാവിലെ 7 മണി മുതൽ 8 മണി വരെ ആ ലൈബ്രറിയിൽ വരിക. പത്രം വായിക്കും 1 മണിക്കൂർ. അതിനുശേഷം വായിച്ച പത്രത്തിൽ ഒരു ഡിസ്കഷൻ. എന്താണ് ഇവരുടെ ഔട്ട്പുട്ട് ഉണ്ടാവുക, എന്താണ് അവർക്ക് റിസൾട്ട് ഉണ്ടാവുക എന്ന് പറയാൻ സാധിക്കുക. എന്താണ് റിസൾട്ട് ഉണ്ടാവുക ജീവിതത്തിൽ? ഒരുപാട് വായിക്കുമ്പോൾ എന്താണ് റിസൾട്ട് ഉണ്ടാവുക? Oke. Oke. Oke, mana inggoto. Inggoto. Inggoto kan? നമ്മുടെ കരാട്ടയിലെ ബ്ലാക്ക് ബെൽറ്റ് എവിടെയാ? ആ ഒരു ചടങ്ങാണ്. അതിന് വേണ്ടിയിട്ട് APS ക്ഷണിക്കുന്നു. ഇതാണ് ആവേശം. വായനയാണ്.
നേരത്തെ ഭാഗത്ത് ടിവിയോ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളോ വളരെ ഇല്ലാത്ത സമയത്താണ് വായനശാലയുടെ ഒരു പ്രാധാന്യം ആളുകൾ മനസ്സിലാക്കുകയും അതുപോലെ തന്നെ ഇവിടുന്ന് ഇഷ്ടംപോലെ ദൂരെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് അടക്കമുള്ള ആളുകൾ വന്നിട്ട് വായിക്കുന്ന ഒരു ശീലം നേരത്തെ ഉണ്ടായിരുന്നു. തൊട്ടടുത്ത് തന്നെ അപ്പുറം നമ്മുടെ തിരുമ്പക്കാവിന്റെ അടുത്തൊരു ശ്രീനാരായണ വായനശാലയുണ്ട്. വലിയ സൗകര്യങ്ങൾ ഈ വായനശാല ഒരുക്കിയിട്ടുണ്ട്. അത് നല്ല രീതിയിൽ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് SLC കഴിഞ്ഞു. സംസാരിച്ചു